നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 234-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത എഴുത്തുകാരൻ മഹാകവി പുത്തൻകാവ് മാത്തൻ തിലകനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും തിരുവനന്തപുരത്തെ വിദ്യാധിരാജ ഹാളിൽ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ്. അന്ന് ആ കാലത്ത് എഴുത്തൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ എഴുത്തുകാരൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തെളിഞ്ഞ ആ ഭാവം ഒരു ചിത്രം പോലെ ഇന്നും ഓർമ്മയിൽ തിളങ്ങുന്നു. കവിതയാണോ എഴുതുന്നത്? കവിതയും കഥയും ഒക്കെ ചെറുതായിട്ട് എഴുതണം. നിങ്ങൾ ധാരാളം എഴുതണം. ആര് എന്ത് പറയുന്നു എന്നുള്ളത് ഒരു വിഷയമേ അല്ല. നിങ്ങൾ എഴുതുക. പക്ഷേ സമൂഹത്തിൻ്റെ ഭാവി തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി ഉള്ളതാകണം സൃഷ്ടികളല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊക്കെ എത്രയോ കാലം എഴുതിയിട്ടും ഒന്നുമാകാത്ത ഒരു എഴുത്തുകാരനാണ് എന്ന് പറഞ്ഞിട്ടൊന്ന് ചിരിച്ചു. സാറേ, എന്നെ കളിയാക്കിയതാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഏയ് അങ്ങനെയല്ല, നമ്മൾ പലവട്ടം വീഴുമ്പോഴാണല്ലോ നടക്കാൻ പഠിക്കുക എന്നതുപോലെ ഒരുപാടൊക്കെ എഴുതി എന്നെങ്കിലും ഒരു കാലത്ത് ആ എഴുത്തിന് ഒരു മഹാത്മ്യം ഉണ്ടാവും എന്ന ചിന്തയാണ് ഇതിന് പിന്നിൽ. കുഞ്ഞെ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ പ്രസംഗം കേട്ടിട്ട് എന്തു തോന്നി എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് ചിരിച്ചു. എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ലേ എന്ന് കാതിനോട് അടുപ്പിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. സർ, അങ്ങയുടെ അത്ര അറിവൊന്നും എനിക്കില്ല. കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ ഒരു ശ്രമം നടത്താം എന്നല്ലാതെ മോശമായി ഒന്നും ചിന്തിച്ചില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പൂർണ്ണമായി അങ്ങയുടെ വാക്കുകൾ ശ്രവിച്ചതും അങ്ങയുമായിട്ട് സംസാരിക്കാൻ ഇടയായതും അങ്ങ് എഴുതുന്ന ഓട്ടോഗ്രാഫ് ഞാൻ സ്വീകരിച്ചതുമൊക്കെ. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണം. അതാണ് കൃഷ്ണശിലയായിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. കാണുക, കേൾക്കുക, ആസ്വദിക്കുക. നന്ദി.